പോക്ക് കേസ് ഇതൊക്കെ എത്ര നാൾ നീളുമെന്ന് കാണാം. ഞാനത് എനിക്ക് തോന്നുന്നു നമ്മള് കല്യാണം കഴിച്ചത് കൊണ്ട് അവർക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല തോന്നുന്നു. വിമല് കുരു പൊട്ടിയിരിക്കുകയായിരുന്നു. വിമല് ഞങ്ങളെ പ്രാഗ്യങ്ങ് ഇല്ലാണ്ടാക്കി. നമ്മള് താങ്ക്സ് പറയേണ്ടത് നെഗറ്റീവ് കമന്റ്സ് ചെയ്യുന്നവർക്കാണ്. Hey guys, welcome to the two of us. I'm Manju. I'm Nikhil. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റിയാക്ടിങ് ടു ദ നെഗറ്റീവ് കമൻറ്റ്സ്. ആകെ ഞങ്ങൾക്ക് ഇപ്പം എത്ര 2000 സബ്സ്ക്രൈബേഴ്സ് ആയി. പക്ഷെ ഞങ്ങളൊരു വീഡിയോയ്ക്ക് ഭയങ്കര നെഗറ്റീവ് കമൻറ്റ്സ്. ഒരു രീതിക്ക് പറഞ്ഞാൽ അതിലത്രയും നെഗറ്റീവ് കമൻറ്റ്സ് വന്നത് കൊണ്ടാണ് നമ്മുടെ അക്കൗണ്ട് ഇച്ചിരിയൊക്കെ ആൾക്കാരുടെ അടുത്തൊക്കെ എത്തിയത്, ബൂസ്റ്റ് ആയത്. അതെ, ആൻഡ് നമുക്കറിയില്ല എന്തിനാണ് ഇത്ര നെഗറ്റീവ് കമന്റ്സ് വന്നത്. നമ്മുടെ ജസ്റ്റ് ഒരു വെഡിങ് വീഡിയോ ആണ് ഇട്ടത്. കാണിക്കാം നിങ്ങളെ എന്നൊക്കെയാ. അതെ. അപ്പൊ ആദ്യത്തെ കമന്റ്, മലയാളികൾക്ക് നാണക്കേട്, ഞങ്ങൾ കല്യാണം കഴിച്ച കാരണം. ഇത് ആക്ച്വലി മെയിൻ തിങ് ഞാൻ പറയാൻ, ഇത് ഷേർലി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയാണ് ഇത് കമൻറ്റ് ചെയ്തേക്കുന്നത്. വേറെ ഷേർലി എന്ന് തന്നെ, പക്ഷേ അവരുടെ സെക്കൻഡ് നെയിം വേറെ ഏതാ, ബട്ട് ഷേർലി എന്ന് തന്നെയാ. വേറെ 2-3 കമന്റ്സ് ഇഷ്ടാവുന്നില്ല തോന്നുന്നു. അവര് ആണ് പല കമന്റ്സ് വന്നിട്ടിട്ടുണ്ട്. അപ്പം മലയാളികൾക്ക് നാണക്കേടെന്ന്. ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഇവിടെ കാനഡയിലാണ്. എനിക്ക് തോന്നുന്നു നമ്മള് കല്യാണം കഴിച്ചത് കൊണ്ട് അവർക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നാണ് തോന്നുന്നു. അവരുടെ വീട്ടിലെ 2-3 കല്യാണമൊക്കെ മുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ. അവരെനിക്കൊന്ന് രാവിലെ എണീച്ചിട്ട് യൂട്യൂബിൽ അഞ്ചുണ്ടെങ്കിലും കല്യാണം കഴിച്ച് കണ്ടില്ലേ, നാണക്കേടും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. വേറൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ജനിച്ച മണ്ണ് മറക്കുന്നവരെന്ന്. ഡു ദേ ഹാവ് എനി ഐഡിയ നമ്മളെവിടെയാ ജനിച്ചതെന്ന്? ഒന്നുമില്ല. പക്ഷെ അതെ, നമ്മളിപ്പോ നൈജീരിയയിലായിരുന്നു ജനിച്ചതെങ്കിൽ അതെ, അവർക്കറിയത്തില്ല. പക്ഷെ ചുമ്മാ ഇപ്പം ഞാൻ പറയുന്നത് മലയാളികൾക്ക് നാണക്കേടെന്ന് ഇവരെ പറയുന്നു. അപ്പം നമ്മൾ മലയാള തനിമ എടുത്ത് ഈ റോഡിൽ കൂടെ ഇച്ചിരി ചെണ്ടമേളമൊക്കെ വെച്ചിട്ട് അങ്ങനെ അപ്പോഴാണ് ലിറ്ററൽ നാണക്കേട്. ഇപ്പൊ കനേഡിയൻസിന്റെ വീഡിയോ വരും, കാനഡ ഇസ് ഡെഡ്. അതെ അതെ. ഇതിൻ്റെ അത് നല്ല കമന്റ്സും ഉണ്ട് കേട്ടോ. കുറെ പേര് പറഞ്ഞിട്ടുണ്ട് 80s നിന്നും വണ്ടി കിട്ടാത്ത കുറെ മലയാളികൾ ഉണ്ടല്ലോ കമന്റ് ബോക്സിൽ. അതിൻ്റെ അകത്ത് ഒരാള് ഈ മോളമാൻറ്റിക്ക് ഞങ്ങളെ ഇഷ്ടമല്ല, സ്വന്തമായിട്ടുള്ള കമന്റ് ഇട്ടിട്ടുണ്ട്. ബാക്കി എല്ലാത്തിന്റെ ആക്ച്വലി സംഭവം വെച്ചാൽ കുറെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടവർക്ക് താഴെ വന്നിട്ട് പോസിറ്റീവ് കമന്റ്സ് ഇട്ട് അവരെ എതിർക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ ഒരു ചർച്ച നടപ്പുണ്ട്. നമ്മളൊന്നും അറിയാത്ത ചർച്ചകൾ വീഡിയോയിൽ. മെയിൻ തിങ്, ഈ മോളമാൻറ്റി എന്നതാ ഒരാള് ഈ 80s നിന്ന് വണ്ടി കിട്ടാത്ത ആൾക്കാരുടെ എന്ന് പറഞ്ഞതിന് കമന്റ് ചെയ്തിട്ടുണ്ട്. മാന്യതയില്ലാത്ത കല്യാണ വസ്ത്രം ധരിച്ചു വന്നിട്ട് അതിനെ കുറ്റം പറയുന്നവരോടാണെന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് അതിനെ ഒരാൾ ചോദ്യം ചെയ്യുമ്പോൾ പുള്ളിക്കാരി അടുത്ത കമന്റ് ഇടുക, നിങ്ങൾ വലിയ സദാചാരമാണല്ലോ എന്ന്. അപ്പൊ ആരാ സദാചാരം? പുള്ളിക്കാരിയാണ് സദാചാരം പറയണത്. മാന്യതയില്ലാത്ത ഡ്രസ് ഒന്നും ഇവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇട്ടിരിക്കുന്ന ഗൗണിനെയാണ്. അതെ അതെ. അതിനകത്ത് ഞാൻ നോക്കിട്ട് എനിക്ക് ഇച്ചിരി കൂടുതൽ അതിനകത്ത് ഫുള്ളി കവേർഡ് ആണ്. ഇവരെന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല. അല്ല, മോളമാൻറ്റിക്ക് ആരോ കമന്റ് ചെയ്തിട്ട് ഒരു പെങ്കൊച്ച് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ പർദ്ദ അടിച്ച് കിട്ടിയില്ല ചേച്ചി എന്ന് പറഞ്ഞു. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരാള് വസ്ത്രം ശരീരത്തിന് അലർജിയാന്ന് തോന്നുന്നു. സത്യം, എനിക്ക് ഒത്തിരി ഇതൊക്കെ വന്നാൽ ചൊറിയും. കൊച്ചിലെ തൊട്ടേ ഉള്ളതാ. അതല്ലേ ഈ ഇങ്ങനെ വന്ന് കമന്റ് ഇടുന്നത് ഈ പൊതുവേ ഈ ഫേക്ക് അക്കൗണ്ട്സിൽ നിന്നാണ് വരുന്നത്. ഈ ഞങ്ങൾ ശ്രദ്ധിച്ചത് ഞങ്ങളുടെ ഈ വീഡിയോ പുഷ് ആയത് കൂടുതലും ഒരു 40 അതല്ല, ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ ഇതേ സെയിം വീഡിയോ ഇട്ടു. പക്ഷെ അതിന് ഫുൾ ഇങ്ങനെ ലവ് കാര്യങ്ങൾ, കാരണം അത് റീച്ച് ചെയ്ത ഓഡിയൻസിന്റെ ക്വാളിറ്റിയാണ്. യൂട്യൂബിൽ വന്നപ്പോൾ കൂടുതലും പ്രായമുള്ള ഓഡിയൻസിലോട്ടാണ് ചെന്നത്. അപ്പൊ സാധാരണ ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ ഫേക്ക് അക്കൗണ്ട്സ് ആയിരിക്കും ഇടുന്നത്. ഈ പ്രായമുള്ളവർ അത് അറിയാത്തോണ്ടെന്ന് അറിയത്തില്ല, സ്വന്തം ഫോട്ടോയും പ്രൊഫൈൽ പിക്ചറൊക്കെ വെച്ചിട്ടുള്ള അക്കൗണ്ടിൽ നിന്നാണ് വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് സദാചാരമൊക്കെ പറഞ്ഞത്. ഇത് നോക്ക്, ഒരു വിമലിനും തീരെ ഇഷ്ടമാകുന്നില്ല ഇവരോടൊക്കെ. നമ്മൾ എന്ത് ചെയ്തിട്ടാണ് കുരു പൊട്ടിയിരിക്കുകയായിരുന്നു. വിമല് ഞങ്ങളെ പ്രാഗ്യങ്ങ് ഇല്ലാണ്ട് 2 വർഷത്തിൽ ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്ന കമന്റ് അങ്ങ് വായിച്ചു കൊടുക്കും. വേറൊരു പുള്ളി ഇട്ടേക്കുന്നതാണ്, കത്തോലിക്ക ഡാഷുകൾ ഞാനത് പോസ്റ്റ് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ ഡാഷ് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ കത്തോലിക്ക അല്ല. ഇപ്പൊ ഇവര് കത്തോലിക്കക്കാരെയാണ് പറയുന്നത്, എനിക്ക് അറിയത്തില്ല പുള്ളി. പിന്നെ ഞങ്ങള് നടത്തിയത് ഒരു സിവിൽ സെറിമണി, അതായത് നാട്ടിലത്തെ രജിസ്റ്റർ മാരേജ് പോലെ ഇവിടെ. അത് അല്ലാണ്ട് നമ്മള്
ഇത് റിലീജിയൻ ഇതാക്കി ഈ ഒരു ചർച്ചിലൊന്നും അല്ല നടത്തിയത്, കത്തോലിക്കരാണോ അല്ലയോ എന്നൊക്കെ ജഡ്ജ് എനിക്ക് ചെയ്യാൻ തോന്നുന്നു പറയാൻ നമ്മള് ഗൗണും അത് ഇട്ടത് കൊണ്ടാന്ന് തോന്നുന്നു ആൾക്കാര് അങ്ങനെ. അങ്ങനെ ചെയ്തത് അതുകൊണ്ടായിരിക്കാം, പക്ഷെ അതല്ല സംഭവം, അതല്ല. വിമലിന്റെ അടുത്ത കമന്റ് ഞാൻ വായിക്കാം. പോക്ക് കേസ്, ഇതൊക്കെ എത്ര നാൾ നീളും എന്ന് കാണാം. ഞാനത് ഇവളെയാണ് പോക്ക് കേസ് എന്ന് വിളിച്ചത്. നമ്മുടെ കല്യാണം എത്ര നാൾ നീളുമെന്ന് കാണാം. അതിനുള്ള കമന്റ് റിപ്ലൈ ഒക്കെ കൊടുത്തിരുന്നു അതിനകത്ത്. എനിക്കില്ലേ, പക്ഷെ സംഭവം എനിക്കറിയത്തില്ല, യൂട്യൂബിന്റെ പ്രശ്നം തോന്നുന്നു. ഞാൻ കൊടുക്കുന്ന പല കമന്റും ഇവരൊന്നും കാണുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ്, അപ്പോൾ അതിന് റിപ്ലൈ ഇട്ടായിരുന്നു, വല്ലാത്ത ഒരു ജീവിതം അല്ലേ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് റിപ്ലൈ കൊടുത്തു. അപ്പോൾ വിമല്, വല്ലാത്ത ജീവിതം ആയിരിക്കും, നിന്നെ ചുമക്കുന്നവന്റെ കാവലിരിക്കാനാണ് അവന്റെ വിധി. എങ്ങനെയുണ്ട് വാച്ച്മാൻ? പിന്നെ പുള്ളി പ്രാഗുവാന്ന് തോന്നുന്നു. ഇഷ്ടം പ്രാഗ, അത് പ്രാഗ് ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാം. നീ എഴുതിയിട്ടോ, കൂടിയ 2 വർഷം, അതിനകം ഡിവോഴ്സ്, പിന്നെ എൻ്റെ വീട്ടിൽ അഴിച്ചുവിട്ട് വളർത്തുന്നത് പിന്നെ എൻ്റെ വീട്ടിൽ അഴിച്ചുവിട്ടല്ല വളർത്തുന്നത്, പെണ്ണിനെ വെച്ച് കാശുണ്ടാക്കണം എന്നുള്ള ചിന്തയും ഇല്ല. പെണ്ണുങ്ങളൊക്കെ അവർ കെട്ടി മുറുക്കി. അതെ, ഞാൻ നല്ല റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ചേട്ടനപ്പം വീട്ടിൽ ഇങ്ങനെ ചങ്ങലക്കിട്ടാ വളർത്തുന്നേ, അതോ കയർ വെച്ചിട്ട് കെട്ടിയിട്ട്? നമുക്ക് തോന്നുന്നത് ഇവരോട് ദേഷ്യം തന്നെ, നമ്മൾ അവിടെ ഉള്ള പെണ്ണുങ്ങളോടാണ് പാവം തോന്നുന്നത്. ഇവരെ ഞങ്ങൾ അഴിച്ചുവിട്ട് വളർത്താറില്ല, അപ്പൊ കെട്ടിയിട്ടാ വളർത്തുന്നത്. കെട്ടിയിട്ട് വളർത്താൻ മാത്രം എന്താ ചെയ്ത്, എന്താ കടിക്കുക ഇവരൊക്കെ? എനിക്ക് മനസ്സിലാത്ത. പിന്നെ പറയുക പെണ്ണിനെ വിറ്റ് കാശുണ്ടാക്കണം എന്നുള്ള ചിന്തയില്ല. അപ്പൊ നമ്മളെന്തോ വിറ്റ് കാശുണ്ടാക്കുന്ന പുള്ളി അങ്ങ് കൊണ്ട് വിചാരിച്ചേക്ക്, ഇതാണ് പുള്ളിയുടെ പെണ്ണുങ്ങളപ്പൊ വിറ്റ് കാശുണ്ടാക്കാനുള്ള ഒരു വസ്തുവായിട്ടാണ് പുള്ളി കാണുന്നത്. പുള്ളിയുടെ സ്റ്റാൻഡേർഡാണ്, അതെ, ജനറലൈസ് ചെയ്ത് പുള്ളിയാണ് വന്ന് പുള്ളിയുടെ ഒരു സ്റ്റാൻഡേർഡാണ് പുള്ളിയുടെ തെളിയിച്ചോണ്ടിരിക്കുന്നത്. പുള്ളിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പുള്ളിക്കായിരുന്നു ഞാൻ കണ്ടിട്ടുള്ള നെഗറ്റീവ് കമന്റ്സിൽ ഏറ്റവും ചൊറി പുള്ളിക്കായിരുന്നു. പുള്ളി 4 തവണ ഒന്ന് റിപ്ലൈ തന്നു, ഇങ്ങനെ നമ്മളെ പ്രാഗി ഡിവോഴ്സ് ആകും 2 വർഷത്തില് എണ്ണി ഇരുന്നോന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങനെ ഒരുത്തെ. ഒരാള് നല്ലതായി തോന്നുന്നില്ലല്ലോ. ഞങ്ങൾക്ക് നല്ല അടിപൊളി പരിപാടിയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടെ നല്ല ചെറിയൊരു പരിപാടി, അത് കഴിഞ്ഞ റിസപ്ഷൻ ഞങ്ങൾ അങ്ങ് ആസ്വദിച്ചു. വീട്ടിലാണെങ്കിൽ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി ഞങ്ങളുടെ വീഡിയോക്ക് കുറെ ഇങ്ങനെ ഡ്രസ്സിന് ആൾക്കാർ പന്നലാന്ന് പറഞ്ഞു. മമ്മി നല്ല ഡ്രസ്സായിരുന്നല്ലോ മോനെ, ഡ്രസ്സിന് എന്താ കുഴപ്പം? ഞങ്ങൾക്കും ഞങ്ങളുടെ വീട്ടുകാർക്കും ഞങ്ങളുടെ കൂട്ടുകാർക്കും പരിപാടി പങ്കെടുത്ത ആർക്കും കുഴപ്പമില്ല. പിന്നെ ആൾക്കാർ കോപ്രായം, നമ്മള് ഒരു കോപ്രായവും ചെയ്തില്ല. വെഡിങ് ആ വീഡിയോ ഞാൻ എന്തായാലും ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഞാനെന്താ പോസ്റ്റ് ചെയ്തത്. റിംഗ് എക്സ്ചേഞ്ച്, പിന്നെ കുറെ പേർക്ക് നമ്മൾ ഉമ്മ വെച്ചത്. കാരണം ഇവിടുത്തെ കനേഡിയൻ സെറിമണിയില് ഫസ്റ്റ് കിസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം അറിയായിരിക്കും. ഇവർക്ക് ഇത് എന്താ മനസ്സിലാത്തത് എനിക്കറിയില്ല. ഇവിടെ സെറിമണി എന്ന് പറയുന്ന അവര് യു മേ കിസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് കല്യാണം നടക്കുന്നത് തന്നെ. അത് കിസ് ചെയ്തവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു കമന്റ് ഉണ്ടല്ലോ, കൊറേ ഉണ്ട് കമന്റ് ചെയ്തേക്കുന്നത്. നാട്ടിലാരും പരസ്യമായി ചുംബിക്കാറില്ല. പക്ഷെ എനിക്കൊന്നും ഈ ആൾക്കാർ ഈ സാധാരണ ഒരു ഉമ്മേനെയൊക്കെ ഭയങ്കര ഇങ്ങനെ സെക്ഷലൈസ് ചെയ്ത്, ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം പറ്റിയോ ഇങ്ങനെ എല്ലാം ഒരു. അതുപോലെ ജോസി ജോസഫ്, വളരെ മോശം ഡ്രസ്സ്, പിന്നെ കിസ് ചെയ്യുന്നതൊക്കെ എല്ലാരെയും കാണിക്കണം. ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ഡൂയിങ് മറ്റേ സിനിമ പറയുന്ന പോലെ ബട്ടർഫ്ലൈ ഡ്രാഗൺ. അതെ, പോസിറ്റീവ് കമന്റ്സ് ചെയ്തവർക്കൊക്കെ വളരെ നന്ദി. അതുപോലെ ആക്ച്വലി നമ്മള് താങ്ക്സ് പറയേണ്ടത് നെഗറ്റീവ് കമന്റ്സ് ചെയ്യുന്നവരാണ്. അവരാണ് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കുറെ പേര് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരാള് കമന്റ് ചെയ്തിട്ടുണ്ട്, എന്നതാ ഡ്രസ്സ് മേടിക്കാൻ ക്യാഷ് ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. ഞങ്ങള് തന്നെയാണ് ഞങ്ങളുടെ കല്യാണം ഇവിടെ ഷീനിന്നാണ് പൈസ ഇല്ലാഞ്ഞിട്ട് ഞാൻ ഷീനിന്നാ വാങ്ങിച്ചത്. പിന്നെ വേറൊരു കാര്യം, ഡ്രസ്സിന്റെ ഇത് കുറയും തോറും വില കൂടും. അതാണ് വേറൊരു കമന്റ് വായിച്ചു. ബ്രൈഡ് ഡ്രസ്സിംഗ് ഈസ് എറോട്ടിക്. കള്ള എനിക്കറിയത്തില്ല. റിപ്ലൈ കൊടുത്തു, നോട്ട് ദ ഡ്രസ്, ജസ്റ്റ് ദ വേ യു ചൂസ് ടു സീ വുമൻ. അതല്ല, പൈസയുടെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പൈസ ഇപ്പൊ വളരെ ഇല്ല. അത് ഞങ്ങൾ ഒരു മൈക്ക് ഒരു കത്തിക്കകത്ത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ നാട്ടിൽ ചെന്നിട്ട് ആക്ച്വലി ഞങ്ങൾക്കൊരു റിസപ്ഷൻ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ സങ്കടമുള്ള ആൾക്കാരൊക്കെ ഒരു ഫണ്ട് മീ തുടങ്ങാം, എല്ലാരും പൈസ ഞങ്ങൾ മൊത്തം മൂടിക്കെട്ടിയല്ല, നല്ല എന്നതാ നല്ല വലിയ വലിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങാം. പൈസ ഇല്ലാത്തത് കൊണ്ടാണല്ലോ. പക്ഷെ കുറെ പേര് ആക്ച്വലി സെൻസിബിൾ കമന്റ്സ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് ആക്ച്വലി. പിന്നെ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്,
പബ്ലിക്കലി ഒരു പോസ്റ്റ് ഇടുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. അതെ, അത് ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ്. ഇതിപ്പോ എൻ്റെ അകത്ത് എന്നതാ പോക്ക് കേസ് മറ്റേ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ സ്ലട്ട് ഷെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കേസ് കൊടുക്കാം. കത്തോലിക്ക ഡാഷുകൾ എന്ന് പറയുമ്പോ ഇവളെയോ എന്നെയോ മാത്രമല്ല, അതല്ല, ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെയാണ് ഈ പറഞ്ഞ ആക്ഷേപിക്കുന്നത്. അയ്യോ, വേറെ ഒരു കമന്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു, ജോസേട്ടായുടെ കമന്റ്. അത് ആക്ച്വലി ഇതിൻ്റെ അകത്ത് കാണിക്കാമേ. ആ ഒരു വേർഡ് കണ്ടപ്പോ എനിക്ക് ഫസ്റ്റ് ഇച്ചിരി എന്തോ പോലെ ആയി. നമ്മുടെ കമന്റ് ബോക്സിൽ അത് ഇടുന്നത് ശരിയല്ല എന്നുള്ള രീതിക്ക് നമ്മൾ ഡിലീറ്റ് ചെയ്തതാണ്. ജോബി എന്നാ കേട്ടോ, സോറി ജോസ് അല്ല, ജോബി. സോറി, ഞാനിത് നെഗറ്റീവ് കമന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഉജി അതിൻ്റെ അടുത്ത് നീ എന്തിനാ ഡിലീറ്റ് ചെയ്തത്, പുള്ളി മാത്രം നമുക്ക് നല്ല പോസിറ്റീവ് പറഞ്ഞു. പുള്ളി നമ്മളെ പ്യുവർ മക്കളെ ഞാൻ അതുപോലെ വായിച്ചു തരാം. കളിക്കുന്ന വീഡിയോ ഇടടാ പ്യുവർ മക്കള അതാണ് മനസ്സിലാക്കിയുള്ളൂ. പ്യുവർ മനുഷ്യരാണെന്നുള്ളത് പുള്ളി മനസ്സിലാക്കി. അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇടുന്നതാണ്. ഞാൻ ഫസ്റ്റ് വന്ന കമന്റ് എന്ന് പറഞ്ഞാല് നാണമില്ലാത്ത ആനിമൽസ്. അത് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് കമന്റ് എൻ്റെ, നമ്മൾ ഇത്ര നാളും പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു, ഒരു 2 months ആയതേ ഉള്ളൂ പബ്ലിക് ആക്കിയിട്ട്. അപ്പം ആദ്യമേ തന്നെ നാണമില്ലാത്ത ആനിമൽസ് അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ കർത്താവേ ഞാനത് ഡിലീറ്റ് ചെയ്തു. പിന്നെ എല്ലാ ദിവസവും ഞാൻ വരുമ്പോൾ ഇന്ന് എന്തായിരിക്കും നെഗറ്റീവ്, ഒരു നോട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ സത്യം പറഞ്ഞ ഒരു സങ്കടം പോലെ ആയിരുന്നു. അടുത്ത കമന്റ്, ഫേക്ക് അക്കൗണ്ട്സാ, വായിക്കാൻ പോലും പറ്റത്തില്ല, പക്ഷേ വൃത്തികേട്, ചുംബന ഷോ, ഇതൊക്കെ ബെഡ്റൂമിൽ പോരെ. മറ്റേതാ ഞാൻ നേരത്തെ പറഞ്ഞു. അതെ, നിനക്ക് നേരെ ചൊവ്വേ തുണിയെടുക്കാൻ അറിയില്ല, വളരെ മോശം ഡ്രസ്സിങ്. എനിക്കിഷ്ടായിട്ടോ. പിന്നെ മോളമ്മാൻ്റെ വേറൊരു സാധനം കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം കൊള്ളാം പക്ഷേ ഡ്രസ്സ് മോശം. അതാണ്ട് ആ വെഡിങ് ഡ്രസ്സ് കുറച്ചുകൂടി മാനേഴ്സ് ആകാമായിരുന്നു. കാനഡ ആണല്ലോ അല്ലേ, സമ്മതിച്ചു. പിന്നെ മോളമ്മാൻ്റെ സമ്മതം കിട്ടിയിട്ട് വേണം നമ്മൾക്ക് ഇവിടെ. പിന്നെ ഒരാൾക്ക് കാർക്കിച്ച് തുപ്പിയാൽ പറ്റത്തില്ല. ആ അക്കൗണ്ടിന്റെ പേരെന്താ അറിയാവാ, ക്രിട്ടിസൈസ് L3Q, ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന മനുഷ്യനാണ്. മെയിൻ ആയിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഏതാ, പബ്ലിക് ഇട്ടാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാൻ പറയാൻ പറ്റത്തില്ല. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. പക്ഷെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത് മാത്രമല്ല, ഇത് ആളെ ആക്ഷേപിക്കുകയാണ്. അത് നമ്മള് വേറെ ഏതോ കമ്മ്യൂണിറ്റിയാണ് പ്രതീക്ഷിച്ച് ആ കമ്മ്യൂണിറ്റിയിലുള്ളവരെ ആക്ഷേപിക്കുകയാണ്. പിന്നെ സ്ത്രീകളെ മൊത്തത്തിൽ ആക്ഷേപിക്കുകയാണ് പലരും. ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ്, ഓഫ് കോഴ്സ് നെഗറ്റീവ് കേൾക്കും. പക്ഷെ നെഗറ്റീവ് അല്ലല്ലോ, തോന്നിയാസല്ലേ ഇത്. ഞാനത് കഴിഞ്ഞോട് പറയായിരുന്നു, ഈ ആൾക്കാരുടെ ചിന്താഗതി എന്തായിരിക്കും എന്നുള്ള. കാരണം ഈ ലോകത്ത് ഇത്രയും കണക്കിന് ആൾക്കാർ, ഇത്രയും കണക്കിന് കൾച്ചർ, ഇത്രയും കണക്കിന് രാജ്യങ്ങൾ, എല്ലാവരും ഓരോ പല രീതിക്കല്ലേ. വെള്ളത്തിനടിയിൽ പോയി കല്യാണം കഴിക്കുന്നവരുണ്ട്, അങ്ങനെ അത് മനസ്സിലായി. അങ്ങനെ പല രീതിക്ക് കല്യാണം കഴിക്കുന്നവരുണ്ട്, പല ടൈപ്പ് ആൾക്കാരെ കല്യാണം കഴിക്കുന്നവരുണ്ട്, മനസ്സിലായി. ചിലപ്പോൾ ചെറുക്കൻ പെണ്ണ് മാത്രം കല്യാണം കഴിച്ചവരുണ്ടാവും, ചിലപ്പോൾ തുണിയില്ലാണ്ട് കല്യാണം കഴിച്ചവരുണ്ടാവും. അങ്ങനെ പാവകളെ കല്യാണം കഴിക്കുന്നു. അതെ, എന്തൊക്കെ ടൈപ്പ് ആൾക്കാർ. അപ്പൊ ഇവർക്കൊന്നും ഇവരുടെ സെറ്റ് ഓഫ് ഇവർ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇവർ അറിഞ്ഞിട്ടുള്ള ഒരു സെറ്റ് എന്ന് മാത്രം പുറത്തോട്ട് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇവരൊന്നും വേറെ ലോകമൊന്നും കണ്ടു കാണത്തില്ലല്ലോ. അപ്പൊ വീട്ടിലിരുന്ന് നാട്ടിലും ചുറ്റുമുള്ള മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നിട്ടും ബാക്കിയുള്ളവർ ജഡ്ജ് ചെയ്യുക, ബാക്കിയുള്ളവർ അങ്ങനെ അവരുടെ രീതിക്ക് വേണമെന്ന് ചിന്തിക്കുക, അതിനപ്പുറത്തേക്കെല്ലാം മോശമാണെന്ന് ചിന്തിക്കുക. ഇഷ്ടപ്പെട്ടില്ല കൊള്ളില്ല എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു, പക്ഷെ നിങ്ങൾ പറയുന്നതേ നമ്മൾ സെറ്റപ്പ് അല്ലല്ലോ. പിന്നെ പക്ഷേ ഇത് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്യല്ല. എന്നാലും കൂടുതൽ യൂട്യൂബിൽ പുഷ് ആയിട്ടുള്ള നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് കാണല്ലോ കൂടുതലും പോയത്. അതെ, കുറച്ചുകൂടെ പ്രായമുള്ള ആൾക്കാരാണ്, അതിന്റെ ആയിരിക്കും. പിന്നെ ഈ ചൊറിയ ഈ വിമൽ VK എന്നൊക്കെ പറഞ്ഞുള്ള ഇവരൊന്നും വേറെ പണിയില്ലടേ. വീട്ടിൽ ചൊറിയ കുത്തിരുന്ന് ബാക്കിയുള്ളവരെ കമന്റിടലായിരിക്കും ഇതൊക്കെ പണി. ആർക്കറിയാം, അങ്ങനെ ഒരു പ്രത്യേക സുഖം കിട്ടുന്ന ആളുകൾ പറയുന്നത്. പക്ഷെ നല്ലപോലെ നമുക്ക് അതിനകത്ത് അത് നമ്മളെ അതെ നല്ല ഹെൽപ്ഫുൾ ആയി, നമുക്ക് നല്ല റീച്ച് 200 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഞങ്ങളുടെ ചാനൽ ഇപ്പൊ 2000+. അതെ, ആ വീഡിയോക്ക് നല്ലൊരു ബൂസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 1000 വരെ ആ വീഡിയോ ആണ് നമ്മളെ ചാനൽ താങ്ങിക്കൊണ്ടുവന്ന് 1000 അടുപ്പിച്ചു തന്നു. പിന്നെ ഇതിനകത്ത് വന്ന് നമുക്ക് പോസിറ്റീവ് കമന്റ്സ് പറഞ്ഞവരോട് വളരെ നന്ദിയുണ്ട്. കുറെ പേര് അതിനെ ഈ നെഗറ്റീവ് കമന്റ്സ് നമുക്ക് വേണ്ടി എതിർത്തവരുണ്ട്, മനസ്സിലായി. അപ്പോ അവർക്ക് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ ഇട്ട വീഡിയോ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനിയും നെഗറ്റീവ് പറയാനുള്ളത് പറഞ്ഞോ. വി ഡിഡ്ന്റ് കെയർ അല്ല, ഒരു പിന്നെ നമുക്കിത് പറയണമെന്ന് തോന്നി. നമ്മളൊരു വെഡിങ് വീഡിയോ ഇട്ടിട്ട് ഇത്ര നെഗറ്റീവ് വരുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല. എന്നതാ നെവർ ഇൻ യുവർ വൈൽഡസ്റ്റ് ഡ്രീംസ് നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ വരുമെന്ന്. ഞാൻ അഫ്രിയുടെ കഴിഞ്ഞ ദിവസം മറ്റൊരു പുള്ളിക്കാരി ഉണ്ടല്ലോ, പുള്ളിക്കാരിയുടെ വീഡിയോയിൽ പുള്ളിക്കാരി ഇങ്ങനെ ഒരു യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്, ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർ അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് കമന്റ് ചെയ്യുന്നു. അവർക്കിപ്പോൾ സ്റ്റാൻഡേർഡ് വേണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അവരുടെ സ്റ്റാൻഡേർഡിന് അവർ കമന്റ് ചെയ്യുന്നു.
കൂടുതലും ഡ്രസ്സാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർ പറഞ്ഞിട്ട് മലയാളികൾക്ക് നാണക്കേട്, മലയാളികളെ ഇവരോട് ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞു. നിങ്ങളാണ് മലയാളികളെ കുറച്ച് കാണുന്നത്. മലയാളി കമ്മ്യൂണിറ്റി ഒന്നും നിങ്ങൾക്ക്, നിങ്ങൾ പുറത്തു വരാത്തതും പല വേറെ രാജ്യങ്ങളിൽ പോകാത്തതും വേറെ ആൾക്കാരായിട്ട് ഇടപെടാത്തതിന്റെ പ്രശ്നങ്ങളാണ്. മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അത്യാവശ്യം നല്ല പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നവർ, അത്യാവശ്യം മനസ്സിലായി വിവേകമുള്ള ആൾക്കാർ. നിങ്ങളാണ് പറഞ്ഞ സ്റ്റാൻഡേർഡ് ആക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയാണ്, നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള മലയാളികളുടെ തലയിലോട്ട് അടിച്ച് ഏൽപ്പിക്കേണ്ട, അത് നിങ്ങളുടെ പേഴ്സണൽ പ്രശ്നമാണ്. മലയാളികളൊക്കെ അത്യാവശ്യം നൈസാണ്, നന്നായിട്ട് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നവരാണ്, വളരെ നല്ല സിവിക് സെൻസ് ഉള്ള ആൾക്കാരാണ്. പല സ്ഥലത്തും പോയി അഡാപ്റ്റ് ചെയ്ത് അവരുടെ കൾച്ചറെ നശിപ്പിക്കാണ്ട് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്നാണ് മലയാളി കമ്മ്യൂണിറ്റി. മനസ്സിലായി? അപ്പം നിങ്ങൾ മലയാളികളുടെ നാണക്കേട് നോക്കാൻ നടക്കേണ്ട, സ്വന്തം കാര്യം നോക്കുക. മനസ്സിലായി? എല്ലാവരും ഇഷ്ടമുള്ളത് ചെയ്യും. ഒരാള് ആ ഉടുപ്പ് ഇടുപ്പിൽ കുത്തി വെച്ചിട്ട് ഓടാമായിരുന്നു, നല്ല രസമായിരിക്കും കാണാൻ, വല്ലാത്ത ജാതി. സത്യം പറഞ്ഞാൽ നമ്മൾ ഓടുന്ന ഒരു ഫോട്ടോ ഉണ്ട്, അത് കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടായി. വേറൊരെണ്ണമാണ്, you think this is being modern or being a foreigner? Really pathetic. Why speak in Malayalam? What do you want to portray? That you're not in India? ഒരു ഫോറിനർ ആണ് വലിയ സ്റ്റൈല് കാണിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് കരച്ച് മലയാളം പറഞ്ഞാൽ മതിയായിരുന്നു, മലയാളത്തിൽ പറയേണ്ട ആവശ്യം ഇല്ലായിരുന്നു. നമ്മള് ഒരു വിദേശ രാജ്യത്ത് വന്ന് നമ്മൾ ഇവിടുത്തെ ഒരു രീതിക്ക് നമ്മളെ മാരേജ് നടത്തി, അത് നമ്മൾ ഫോറിനർ ആകാൻ വേണ്ടി, ഇവിടെ നടത്താനുള്ള സാഹചര്യം, സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് ഇവിടെ നടത്തി, ചിലപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായി, നമുക്ക് ഒരു കനേഡിയൻ നമുക്ക് പല റീസൺസ് ഉണ്ടാവാം. ചിലപ്പോൾ നമ്മുടെ താല്പര്യമായിരിക്കാം, ചിലപ്പോൾ നമുക്ക് അപ്പൊ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ പേഴ്സണൽ റീസൺസ് ആണ്. നമ്മൾ ഫോറിനേഴ്സ് ആവാനോ, നമ്മൾ വെള്ളക്കാരായി എന്ന് കാണിക്കാനോ, നമ്മൾ കനേഡിയൻസ് ആണെന്ന് കാണിക്കാനോ, നമുക്ക് ഇംഗ്ലീഷ് മാത്രം വായി വരുത്തുന്ന കാണിക്കാനോ അല്ല. വീഡിയോ മൊത്തം മലയാളത്തിലാണ്, ഒരു മലയാളിയാണോ മലയാളിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്ക് എന്താ സംഭവം മനസ്സിലായിട്ടില്ല. ഒരാളൊക്കെ നല്ല എന്നതാ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഇവിടെ കൊടുക്കുക കേട്ടോ. പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഒരു രാജ്യത്തിൽ ചെല്ലുമ്പോഴത്തേന് അവിടുത്തെ ഇതാണ് ചെയ്യുന്നത്. അത് പറഞ്ഞിട്ടുണ്ട്, സത്യം. അത് ഇവിടുത്തെ ഒരു പ്രശ്നം ഇപ്പൊ അതാണ്. പല കമ്മ്യൂണിറ്റികളും വന്ന് ഇവിടെ അവരുടെ പരിപാടി ഇറക്കാൻ നോക്കി ചുമ്മാ നാണക്കെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇന്ത്യക്കാർ മൊത്തത്തിൽ നാണക്കെടാവുന്ന സിറ്റുവേഷൻ ഉണ്ട്. പല കൺട്രീസിലും പല ഇന്ത്യൻ സ്റ്റേറ്റ്സും ബാൻ ചെയ്തില്ലേ, പോകാൻ പറ്റില്ലല്ലോ. ഒരു പണ്ഡിതനുണ്ട്, രതീഷ്, മാനത്തോട്ടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യം. എനിക്ക് സത്യം പറഞ്ഞാൽ അത് മനസ്സിലായില്ല. അതിനുള്ള അത് സാഹിത്യകാര്യമായിട്ടാണ് പുള്ളി പറഞ്ഞത്. എന്താണെങ്കിലും നമ്മളെ പന്നയാക്കിയിട്ടല്ലേ പറഞ്ഞേ. അതെ. വേറൊരാൾക്കാര് കലിയുഗം, നിന്നെ നയിക്കുന്നത് സാത്താനാണ്. ഞാൻ എന്തൊക്കെയാ ആൾക്കാർക്ക് അറിയണ്ടേ? ഇവരൊക്കെ അവന്റെ ദൈവത്തിന് വേണ്ടി വക്കാലത്ത് പറയാൻ പറ്റുക. ഇവരൊക്കെ ഏത് ലോകത്താ, പിന്നെ എത്ര തരം ആൾക്കാരുണ്ട്, എനിക്കറിയത്തില്ല. വേറൊരാള് ഡ്രസ് സെൻസ് ബോറിംഗ് ആൻഡ് പട്ടിഷോ. ഇത് നമ്മള് റിംഗ് എക്സ്ചേഞ്ച് കാണിച്ചു, നമ്മള് വോസ് പറയുന്നത് കാണിച്ചു, പിന്നെ കേക്ക് കട്ടിങ്, കേക്ക് കൊടുക്കുന്നു, പിന്നെ ഡാൻസിന്റെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത്രയുമേ ഉള്ളു. ഇത്രയും ഇല്ലെങ്കിൽ ആ സെറിമണി ഇല്ല. അവിടെ വളരെ സിമ്പിൾ ആയിട്ട് വളരെ ചെലവ് കുറച്ച് ഒരു സാധാരണ ഒരു ഹാളില് നമ്മൾ ചെറിയൊരു ഡെക്കറേഷൻ വെച്ച് നടത്തിയൊരു പരിപാടിയാണ്. അതെ, ഞങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഇത് റിസപ്ഷൻ നടത്തിയതിന് ഒരു ഡേ $200 എന്തോ കിട്ടിയൊരു ഇതല്ലേ, ഏറ്റവും ചെലവ് കുറച്ച് നടത്തിയ. സീരിയസ്ലി ഇറ്റ്സ് ചീപ്പ്. ഇറ്റ് വാസ് റിയലി ചീപ്പ്. പൈസ നിനക്ക് നേരെ ചൊവ്വേ തുണി ഉടുക്കാൻ അറിയില്ലേ? വളരെ മോശം ഡ്രസ്സിങ്. ഞാൻ ചോദിച്ചു, ആർക്ക് മോശം? താങ്കൾക്കോ? ഞങ്ങൾക്കാർക്കും പ്രശ്നമില്ലായിരുന്നു. അതെ, അതാണ് കലിയുഗമല്ലേ, അപ്പൊ നിന്നെ ലീഡ് ചെയ്യുന്നത് സാത്താനാണ്. അപ്പോൾ എത്ര തിന്മ കണ്ടാലും അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ചിരിയാ വരുന്നത് ഇത്. ശരിക്കും ആദ്യത്തെ ഒരു 2 കമന്റ് കണ്ടപ്പോ എനിക്ക് നല്ല വിഷമമായി. പിന്നെ രസമായി, ഇന്നൊന്നും ഇല്ലല്ലോ, അങ്ങനത്തെ ഒരു ഇതായി. അതെ, ഇപ്പൊ ഒരു എന്റർടൈൻമെന്റാ. പിന്നെ അതുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചാനൽ കുറച്ച് വളർന്നു. അതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഒരു കണ്ടന്റ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു. കുറച്ച് നാളായി നമ്മളൊരു ലോങ് ഫോർമാറ്റ് വീഡിയോ ഇട്ടു. നേരത്തെ പറഞ്ഞ പോലെ ഒരു പബ്ലിക് വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നെഗറ്റീവ് കമന്റ് ഇടാം, പോസിറ്റീവ് നിങ്ങളുടെ അഭിപ്രായം ഇടാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, നമ്മൾ നെഗറ്റീവ് ആവും പോസിറ്റീവ് അഭിപ്രായം ഇടാം. പക്ഷേ നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്തില്ല വൗ ലവ്ലി കപ്പിൾസ് ക്യൂട്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല അത്. പക്ഷേ
നിങ്ങൾ വന്നിട്ട് അവൾ അങ്ങനത്തെ ഒരു പെണ്ണ, അവള് നമ്മളെ സ്ലട്ട് ഷെയിം ചെയ്യാനോ ബോഡി ഷെയിം ചെയ്യാനോ എന്നുള്ളൊരു റൈറ്റ് അല്ല. നെഗറ്റീവ് കമൻറ്റ്സ് എന്ന് പറയുന്നത് യു ക്യാൻ ക്രിട്ടിസൈസ് ദ വീഡിയോ, പക്ഷേ യു ക്യാൻ നോട്ട് ഇമ്പോസ് സംതിങ് ടു സംബഡി. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനത്തെ ഒരു കാര്യം. ഇമ്പോസ് ചെയ്യാൻ മാത്രമല്ല, ഇതൊക്കെ ചുമ്മാ ആക്ഷേപിക്കലും മനസ്സിലായി വേണ്ടാത്ത വിളിക്കലും ഒക്കെയാണ്. വളർന്നിട്ടില്ല ഇപ്പോഴും നമ്മളൊക്കെ. നമുക്കെന്നാ ഈ പറഞ്ഞ ഈ പോയ ഏജ് ഗ്രൂപ്പിൽ അത്ര പ്രായമല്ല, പക്ഷെ നിങ്ങളാണ് വളരാത്തത്. എല്ലാരും ആണെങ്കിൽ ജെൻസീനെയൊക്കെ കുറ്റം പറയുന്ന പിള്ളേരൊക്കെ പൊളിയാണ്. പിള്ളേരൊക്കെ ചിന്തിക്കുന്ന ജെൻസി പീപ്പിൾ ഐ ഫീൽ ലൈക്ക് അവര് കുറച്ചും കൂടെ എന്നതാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ജഡ്ജ് ചെയ്യാതെ ജീവിക്കുന്ന ഒരാൾക്കാരാണ്. പലതും യു ആർ എ ജെൻസി ബൈ ദ വേ. 98. അപ്പൊ അവരൊക്കെ ചെറുതിലെ തൊട്ടേ പല കൾച്ചറും പല രീതികളും കണ്ടാണ് വളർത്തുന്നത്. അവർക്കത് ആൾക്ക് ആ ജെൻസി ജെൻ ആൽഫ ആണെങ്കിൽ കുറെ കൂടെ അക്സെപ്റ്റ് ചെയ്യും. ആൾക്കാർ എങ്ങനെയാണോ അവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനം അവർക്കുണ്ട്. ഈ ഓൾഡ് ആൾക്കാർക്കാണോ ഞാൻ ഇങ്ങനെയായിരുന്നു നിങ്ങളും അങ്ങനെ ആവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനം അവർക്കുള്ളത്. പക്ഷെ അതിലും പ്രായമുള്ളവർ കുറെ പേര് നല്ല നമ്മുടെ വീട്ടുകാർക്ക്. അതെ, ഞങ്ങള് അവരില്ലാതെ കല്യാണം കഴിച്ചേ. അതിന് പല റീസൺസ് ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ പന്ന റീസൺസ് അല്ല കേട്ടോ. നമ്മള് വിസ വെച്ചു, അത് അക്സെപ്റ്റ്, അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നെ അവരില്ലായിരുന്നെന്നുള്ളത്. ഇപ്പം നമുക്ക് നല്ല സങ്കടമുണ്ട്. അതെ, അതുകൊണ്ടാണ് അതെ. അപ്പൊ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് ഈ പറയുന്ന എല്ലാ ജനറേഷനിലുള്ള ആൾക്കാരും, എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതാണ് ആക്ച്വലി ഏജിന്റെ ഒന്നും അല്ല, ആൾക്കാർ നമ്മുടെ ഇഷ്ടത്തിന് അത് മതി, നാട്ടുകാരുടെ അപ്രൂവൽ വേണ്ട. പിന്നെ നാട്ടിൽ ഈ പറഞ്ഞ് ബാക്കിയുള്ള കമ്മ്യൂണിറ്റികളും ആക്ഷേപിക്കുന്നത്, സ്വന്തം മലയാളികളെ തന്നെ ആക്ഷേപിക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക്. അതാ ഞാൻ പറയുന്നത്, നമ്മൾക്ക് ഏജിന്റെ വെച്ച് ആക്ച്വലി അതും ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മളുടെ വീട്ടില് അതും വേറെ പോസിറ്റീവ് കമന്റ്സ് ഇട്ടതും ആ സെയിം ഏജ് ഗ്രൂപ്പിലുള്ളത്. ഇതാ ആൾക്കാരുടെ മെന്റാലിറ്റിയുടെ പ്രശ്നമാണ് മാത്രമാണ്. സോ വി നെവർ എക്സ്പെക്ട് എല്ലാരും നമ്മളെ വന്നിട്ട് അങ്ങനെയല്ല. അതെ, നിങ്ങൾക്ക് ചെയ്യാം, ചെയ്തോളൂ. ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നു, നമ്മുടെ വീഡിയോ കേറുന്നുണ്ട്. അതെ, സത്യം. അതെ, നിങ്ങൾ ഇതിനും വന്ന് എന്തെങ്കിലുമൊക്കെ പറയുക, 10 പേർക്ക് അയച്ചു കൊടുക്കുക, എന്നിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യും. ഈ പറയുന്നവരൊക്കെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഓരോ കമന്റും ഓരോ ഡിസ്ലൈക്കും നമുക്ക് നല്ലതാണ്. അതെ, നമ്മൾ ആ വീഡിയോ എവിടെയെങ്കിലും പിൻ ചെയ്യാൻ പറ്റുമോ എവിടെയെങ്കിലും? സോ ഞാൻ ലാസ്റ്റ് ഈ വീഡിയോ ഫിനിഷ് ചെയ്യുമ്പോൾ ആ വീഡിയോയിലോട്ടുള്ള ഷോർട്സ് ആയിരുന്നു അത്, അതിലോട്ടുള്ള ഇത് വിടാം. അതിന് ഓൾറെഡി നമ്മൾ വീഡിയോയിൽ അത് ജസ്റ്റ് അതിന്റെ ഒരു ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണണമെങ്കിൽ കമന്റ് സെക്ഷൻ കാണാനൊക്കെ. പിന്നെ എല്ലാവരും വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സോ താങ്ക്സ് ഫോർ ഓൾ ദ സബ്സ്ക്രൈബേഴ്സ്. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ, ഞങ്ങൾക്ക് 10 days നെക്സ്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. 1 month എടുത്തു 1000 ആവാൻ. 1000 ഇപ്പൊ 2000 ആവാൻ 10 days എടുത്തുള്ളൂ. We are growing. അപ്പൊ ഈ നെഗറ്റീവ് ഇട്ട ആൾക്കാർക്കാണ് ഇതിന്റെ അകത്തൊരു മേജർ പാർട്ട്. എത്തിക്കുന്നതാണ് ഏറ്റവും പാട്. We are so happy about the growth of our channel. Hopefully നമ്മളങ്ങ് വളരട്ടെ. നന്നായിട്ട് കേറുന്നുണ്ട്. ഫുൾ ക്രെഡിറ്റ്സ് ഇവളുടെയാണ്. ഇവളാണെല്ലാം എല്ലാ ഐഡിയാസ് ഇവളാണ്. ഞാൻ ജസ്റ്റ് എഡിറ്റിങ്ങിന്റെ ഫൈനലിൽ ജസ്റ്റ് ചെയ്തൊന്ന് അഭിപ്രായം പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അല്ല, ആക്ച്വലി പല കണ്ടന്റും ഉണ്ടാകുന്ന വെച്ചാൽ ഇവള് ഓരോന്ന് ഫോണിൽ സ്റ്റോറേജ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇവളെടുത്തിട്ട് ഐഡിയ ആണ്. നമ്മൾ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്ന് ആലോചിക്കുന്നത്. കൂടുതൽ കണ്ടന്റ്സ് നമ്മൾ ഇടാം. ഇനിയിപ്പോ ഇവിടെ വിന്റർ സീസൺ തുടങ്ങാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്നോ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഇറങ്ങണം. ക്രിസ്മസ് മാർക്കറ്റ്, അതെ, ക്രിസ്മസ് മാർക്കറ്റും പിന്നെ ഇവിടുത്തെ ക്രിസ്മസ് ലൈറ്റ്സ് പരിപാടി, ഡെക്കറേഷൻ, അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് കുറെ വീട്. അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് വെക്കേഷൻ ജോലിക്ക്. എനിക്ക് വെക്കേഷൻ കുറച്ച് ഒരാഴ്ച മേളിൽ വെക്കേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോൾ സാധിച്ചത്. So yeah, that's it for this video. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കുറ്റം പറയുന്നവരും കൂടെ ഡു സബ്സ്ക്രൈബ്, ബിക്കോസ് നെക്സ്റ്റ് വീഡിയോയിൽ എന്താന്ന് അറിഞ്ഞാൽ അതിനും കുറ്റം പറയണമല്ലോ, നിങ്ങളൊന്നും മിസ് ആവരുതല്ലോ. Definitely comment on the video. So അത്രേ ഉള്ളൂ. Bye bye.